തേർഡ് ചാപ്റ്റർ ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്ട് അഥവാ ഭൗമരഹസ്യങ്ങൾ തേടി. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ എർത്ത് ക്വേക്കിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഡിഫറെന്റ് ലെയേഴ്സിനെ കുറിച്ചിട്ട് അല്ലെ, എർത്തിന്റെ ലെയേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ലിത്തോസ്ഫിയർ ആൻഡ് എസ്തെനോസ്ഫിയർ, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോക്സ്, പിന്നെ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ അതുപോലെ തന്നെ ആ ഒരു റോക്ക് സൈക്കിൾ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ദ വെതറിങ് അല്ലെങ്കിൽ അപക്ഷയം എന്നാൽ എന്ത് നോക്കുക. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോക്സിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വ്യത്യസ്തപരമായിട്ടുള്ള ശിലകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. നമ്മൾ പറഞ്ഞു ഇത്തരത്തിലുള്ള ഈ ശിലകള് ഒരുപാട് കാലാന്തരപ്പെട്ടു പോകുമ്പോൾ വേരിയസ് ആയിട്ടുള്ള ചേഞ്ചുകൾ, വ്യത്യസ്തമായിട്ടുള്ള ചേഞ്ചുകൾ എന്തിനുണ്ടാവാറുണ്ട്, ഇത്തരത്തിലുള്ള റോക്സിന് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള സച്ച് ഡിസിൻറ്റഗ്രേഷൻ ആൻഡ് ഡീകോമ്പോസിഷൻ ഓഫ് റോക്സ് ഈസ് നോൺ ആസ് വെതറിങ്. എന്താണ് അപക്ഷയം എന്ന് പറയുന്നത്? ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ റോക്സുകള് എന്താ പറഞ്ഞത്, അണ്ടർഗോ വേരിയസ് ചേഞ്ച് വിത്ത് ടൈം. കാലാന്തരപ്പെട്ടു പോകുന്ന കാലങ്ങൾ കഴിയും തോറും റോക്സുകൾക്ക് എന്ത് വരാറുണ്ട്, ചേഞ്ചസ് വരാറുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഇങ്ങനെയുള്ള ഈ മാറ്റങ്ങൾ കാരണം ശിലകൾ എന്ത് ചെയ്യാറുണ്ട്, ഒന്നെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ, അത് പൊടിയുകയോ അല്ലെങ്കിൽ ഡീകോമ്പോസിഷന് അല്ലെങ്കിൽ വിഘടിക്കുകയോ ചെയ്യാറുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് വെതറിങ് എന്ന്. ഓക്കെ, ഇത്തരത്തിലുള്ള ഈ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് അപക്ഷയം. എന്താ പറഞ്ഞത്, സച്ച് ഡിസിൻറ്റഗ്രേഷൻ ഓർ ഡീകോമ്പോസിഷൻ ഓഫ് റോക്ക് ഈസ് നോൺ ആസ് വെതറിങ്. ശിലകള് പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്, അപക്ഷയം എന്ന് പറയുന്നത്. വെതറിങ് കാരണം അല്ലെങ്കിൽ അപക്ഷയം കാരണം റോക്സുകൾ ഫിസിക്കൽ ആൻഡ് കെമിക്കല്, ഭൗതികപരമായിട്ടും അതുപോലെ തന്നെ രാസപരമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. റോക്സിന് വെതറിങ് കാരണം അല്ലെങ്കിൽ അപക്ഷയം കാരണം ഫിസിക്കൽ ആൻഡ് കെമിക്കല്, രാസപരമായിട്ടും ഭൗതികപരമായിട്ടും മാറ്റങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെതറിങ് ഫ്രം ദ ഫ്ലോ ചാർട്ട് ബിലോ. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ടിൽ വ്യത്യസ്ത തരത്തിലുള്ള വെതറിങ്ങിനെ അല്ലെങ്കിൽ അപക്ഷയത്തെയാണ് കാണിക്കുന്നത്. നോക്കുക, വെതറിങ് അഥവാ അപക്ഷയം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ്? ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ്, ഭൗതിക അപക്ഷയം. സെക്കൻഡ്, കെമിക്കൽ വെതറിങ് അഥവാ രാസിക അപക്ഷയം. തേർഡ്, ബയോളജിക്കൽ വെതറിങ് അഥവാ ജൈവിക അപക്ഷയം. ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് വെതറിങ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 3 ടൈപ്സ് ഓഫ് വെതറിങ് ആണ്: ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ് ആൻഡ് ബയോളജിക്കൽ വെതറിങ്. ഇനി ഇതില് ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ് അല്ലെങ്കിൽ ഭൗതിക അപക്ഷയം എന്താണെന്ന് നോക്കാം. വെതറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, റോക്സുകള് ഡിസിൻറ്റഗ്രേഷൻ ഓർ ഡിസ്കോമ്പോസിഷൻ അല്ലെ, ഒന്നെങ്കിൽ അത് പൊടിയുകയോ അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാറുണ്ട്, വിഘടിക്കുകയോ ചെയ്യാറുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് വെതറിങ് അല്ലെ. അപ്പോ ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ് എന്താണെന്ന് നോക്കുക. ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കാരണം, ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ താപത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കാരണം മിനറൽസിന് അല്ലെങ്കിൽ ധാതുക്കൾക്ക് ഒന്നെങ്കിൽ എക്സ്പാൻഷനോ അല്ലെങ്കിൽ കോൺട്രാക്ഷനോ സംഭവിക്കാം. എന്താ പറഞ്ഞത്, ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ താപത്തിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കാരണം മിനറൽസില് ഒന്നെങ്കിൽ എക്സ്പാൻഷനോ അല്ലെങ്കിൽ കോൺട്രാക്ഷനോ സംഭവിക്കാം. ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്ക് എന്തുണ്ടാകാം, ഒന്നെങ്കിൽ വികസനം ഉണ്ടാകാം അല്ലെങ്കിൽ സങ്കോചനം ഉണ്ടാവാം. ഇത് എന്തിലേക്ക് നയിക്കുന്നു എന്നാ പറയുന്നത്, വെതറിങ്ങിലേക്ക് അല്ലെങ്കിൽ അപക്ഷയത്തിലേക്ക് കാരണമാകുന്നു. അതുപോലെ തന്നെ
റോക്സിന്റെ ഫിഷേഴ്സില് അല്ലെങ്കിൽ റോക്സിന്റെ വിടവുകളില് ഈ വെള്ളം ഉണ്ടല്ലോ, വാട്ടർ ഇങ്ങനെ ഫ്രീസ് ആയിട്ട് തണുത്തുറത്ത് നിൽക്കുമ്പോഴും എന്ത് പൊടിഞ്ഞു പോകാറുണ്ട്? ശിലകള് അല്ലെങ്കിൽ റോക്സുകൾക്ക് ഡിസിന്റഗ്രേഷന് അല്ലെങ്കിൽ പൊടിയാറുണ്ട്, അത് പൊട്ടിപ്പോവാറുണ്ട്. ഇതാണ് ഭൗതിക അപക്ഷയം അല്ലെങ്കിൽ ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വേരിയേഷന് കാരണം മിനറൽസിൽ എന്തുണ്ടാകുന്നു? ഒന്നെങ്കിൽ എക്സ്പാൻഷന് വികസനമോ അല്ലെങ്കിൽ കോൺട്രാക്ഷന് സങ്കോചമോ ഉണ്ടാകുന്നു. ഇത് വെതറിംഗിലേക്ക് കാരണമാകുന്നു. കൂടാതെ റോക്സിലെ വിടവുകളിലെ വാട്ടർ വെള്ളം എന്ത് ചെയ്യുന്നു? ഫ്രീസ് ആയിട്ട് തണുത്തുറത്ത് നിൽക്കുന്ന സമയത്തും ഡിസിന്റഗ്രേഷന് സംഭവിക്കാം, ശിലകള് പൊടിഞ്ഞു പോകാം. അപ്പോഴും എന്താണ് ഉണ്ടാകുന്നത്? അപക്ഷയം അല്ലെങ്കിൽ വെതറിങ്ങിന് കാരണമാകുന്നു. സെക്കൻഡ്, കെമിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ രാസിക അപക്ഷയം. ഇവിടെ നോക്കുക, ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ റിയാക്ട് വിത്ത് ദ മിനറൽസ് ആൻഡ് റിസൾട്ട് ഇൻ കെമിക്കൽ ഡികമ്പോസിഷൻ ഓഫ് റോക്സ്. ഓക്സിജന്, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ ജലം അല്ലെങ്കിൽ വാട്ടർ തുടങ്ങിയ ഘടകങ്ങള് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? റോക്സിലെ മിനറൽസുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. എന്ത് ചെയ്യുന്നുണ്ട്? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അത് എന്താവുകയും ചെയ്യുന്നു? കെമിക്കൽ ഡീകോമ്പോസിഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. അതായത് ശിലകള് രാസപരമായിട്ടുള്ള വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഒന്നും കൂടി പറയാണ്, ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ഇവ മൂന്നും എന്താകുന്നു? തുടങ്ങിയ മെറ്റീരിയൽസ് ഒക്കെയും തന്നെ മിനറൽസുമായിട്ട്, റോക്സിലെ മിനറൽസുമായിട്ട് അല്ലെങ്കിൽ ധാതുക്കളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും എന്നിട്ട് ഈ റോക്സുകളെ എന്ത് ചെയ്യുകയും ചെയ്യുന്നു? രാസപരമായ വിഘടനത്തിന് അല്ലെങ്കിൽ കെമിക്കൽ ഡീകോമ്പോസിഷന് കാരണമാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്നതാണ് കെമിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ രാസിക അപക്ഷയം എന്ന് പറയുന്നത്. തേർഡ് വെതറിംഗ് ആണ് ബയോളജിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ ജൈവിക അപക്ഷയം. ഈ ഒരു ബയോളജിക്കൽ വെതറിംഗ് സംഭവിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. റോക്സിലെ ഫിഷേഴ്സിലേക്ക് അല്ലെങ്കിൽ ശിലകളിലെ വിടവുകളിലേക്ക് പ്ലാന്റിന്റെ റൂട്ട്സുകൾ അഥവാ സസ്യങ്ങളുടെ ഒക്കെ വേരുകൾ ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുന്നു? പെനട്രേറ്റ് ചെയ്യാണ്, അതായത് ആഴ്ന്നിറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? അപക്ഷയം സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ വെതറിങ് സംഭവിക്കാറുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയാണ് ബോറോയിങ് ഓഫ് എനിമൽസ് ആൻഡ് ദ ഡീകോമ്പോസിഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് എനിമൽ റിമെയിൻ ലീഡ് ഇൻ ടു ദ വെതറിങ്. എന്താ പറയുന്നത്? ചെറുജീവികളൊക്കെ ഉണ്ടല്ലോ, ഈ ചെറിയ ചെറിയ അനിമൽസ് എന്ത് ചെയ്യുക? മാളങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ബോറോയിങ്സ് ഓഫ് അനിമൽസ്, ചെറിയ ജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ, അതുപോലെ തന്നെ ഡീകോമ്പോസിഷൻ ഓഫ് പ്ലാന്റ് എന്താ പറയുന്നത്? സസ്യങ്ങളുടെ ഒക്കെ അവശിഷ്ടങ്ങള് ഒക്കെ എന്താവുന്നതോട് കൂടിയിട്ട് ജീർണിച്ചൊക്കെ എന്തിലേക്ക് കാരണമാവാറുണ്ട്? വെതറിങ്ങിലേക്ക് അല്ലെങ്കിൽ അപക്ഷയത്തിലേക്ക് കാരണമാകാറുണ്ട്. അതുപോലെ നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള മനുഷ്യ പ്രവർത്തനങ്ങളായിട്ടുള്ള മിനറൽസ് എന്താണ്? മൈൻ ചെയ്യാന്ന് പറയുമ്പോ എന്താണ്? ഖനനം നടത്തുക, അതുപോലെ തന്നെ കോറിയിങ് അതായത് പാറ പൊട്ടിക്കുക. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെയൊക്കെ എന്തുണ്ടാവാറുണ്ട്? അപക്ഷയം ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ വെതറിങ് സംഭവിക്കാറുണ്ട്. ഇതാണ് ബയോളജിക്കൽ വെതറിങ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു, പ്ലാന്റുകളുടെ റൂട്ട്സ് എന്ത് ചെയ്യാണ്? റോക്സിലെ ഫിഷേഴ്സിലേക്ക് പെനട്രേറ്റ് ചെയ്യാണ്. റോക്സിലെ ഫിഷേഴ്സിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ വെതറിങ് സംഭവിക്കുന്നു. അതുപോലെ തന്നെ ബുറോയിങ് ഓഫ് അനിമൽസ് ഇങ്ങനെ മാളങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ, അതുപോലെ തന്നെ ഡികോമ്പോസിഷൻ ഓഫ് പ്ലാന്റ് അല്ലെ, ഇങ്ങനെയൊക്കെ വെതറിങ് സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള കോറിങ് ആൻഡ് മൈനിങ്, ഖനനത്തിലൂടെയും പാറ പൊട്ടിക്കലിലൂടെയും വെതറിങ് സംഭവിക്കാറുണ്ട്. ലിസൺ.
ഒബ്സർവ് ദ പിക്ചർ 3.4 ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഇവിടെ നമ്മുടെ ഹ്യൂമണ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, മനുഷ്യർ എന്തൊക്കെ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത്, അതുപോലെ തന്നെ അവ എങ്ങനെയാണ് റോക്സുകളുടെ അപക്ഷയത്തിലേക്ക് അല്ലെങ്കിൽ വെതറിങ്ങിലേക്ക് കാരണമാകുന്നത് എന്ന് കാണിക്കുന്ന പിക്ചറുകളാണ് എവിടെ കൊടുത്തിട്ടുള്ളത്, ഫിഗർ 3.4 കൊടുത്തിട്ടുള്ളത്. What are the human activities that lead to the weathering of rocks? മനുഷ്യന്റെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നത്? ഇവിടെ 4 പിക്ചറുകളാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അതിൽ ഒന്ന് എന്താണ്, കോറിയിങ് അല്ലെ, പാറ പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, പാറ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് ചെയ്യുന്നത്, മൈനിങ്, അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഖനനം നടത്തുന്നുണ്ട് അല്ലെ. മറ്റൊരു പിക്ചർ എന്താണ്, ഖനനം നടത്തുന്നുണ്ട്. പിന്നെ മറ്റെന്താണ്, ഡീഫോറസ്റ്റേഷൻ ആണ്, വനനശീകരണാണ്. പിന്നെന്താണ്, കൺസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ്. ഇങ്ങനെയുള്ള പിക്ചറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മറ്റെന്തൊക്കെ രീതിയിലൂടെയാണ് ഹ്യൂമന്റെ ആക്ടിവിറ്റീസ് വെതറിലേക്ക് കാരണമാകുന്നത്? നമ്മൾ 4 പോയിന്റുകൾ പറഞ്ഞു, കോറിയിങ്, മൈനിങ്, ഡിഫോറസ്റ്റേഷന്, കൺസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ് അല്ലെ. അതേപോലെ മറ്റു പോയിന്റ് ആണ് എന്ത്, പ്രിപ്പറേഷൻ ഓഫ് ഗ്രൗണ്ട് ഫോർ കൾട്ടിവേഷന്. പ്രിപ്പറേഷൻ ഓഫ് ഗ്രൗണ്ട് ഫോർ കൾട്ടിവേഷന്, കൃഷിക്ക് വേണ്ടിയിട്ട് നിലം എന്ത് ചെയ്യുക, ഗ്രൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ തയ്യാറാക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ എക്സസസ് യൂസ് ഓഫ് കെമിക്കൽസ്, രാസപദാർത്ഥങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. മറ്റൊരു പോയിന്റ് ആണ് ഡിസ്ട്രക്റ്റിംഗ് ഹിൽസ്, എന്ത് ചെയ്യുക, കുന്നുകളൊക്കെ ഇടിക്കുക. അതുപോലെ തന്നെ ലെവലിംഗ് ഓഫ് ലാൻഡുകൾ, ഭൂമികളൊക്കെ നിരപ്പാക്കുക. പിന്നെ ഡീഫോറസ്റ്റേഷൻ നമ്മൾ പറഞ്ഞല്ലോ, വനനശീകരണം. ഒന്നുകൂടി പറയാണ്, കോറിയിങ് അഥവാ പാറ പൊട്ടിക്കുക, പിന്നെ മൈനിങ് ഖനനം, ഡിഫോറസ്റ്റേഷന് വനനശീകരണം, പ്രിപ്പറേഷൻ ഓഫ് ഗ്രൗണ്ട് ഫോർ കൾട്ടിവേഷന് കൃഷിക്ക് വേണ്ടിയിട്ട് നിലം എന്ത് ചെയ്യുക, തയ്യാറാക്കുക. എക്സസ് യൂസ് ഓഫ് കെമിക്കൽസ്, കെമിക്കലുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. പിന്നെ ഡിസ്ട്രക്റ്റിംഗ് ഹിൽസ്, കുന്നുകൾ ഇടിക്കുക. ലെവലിംഗ് ഓഫ് ലാൻഡ്, ഭൂമിയൊക്കെ എന്ത് ചെയ്യുക, ഒരേപോലെ ആക്കുക, നികത്തുക. ഇതൊക്കെ കാരണമാണ് എന്തിലേക്ക് നയിക്കുന്നത് എന്ന് പറഞ്ഞത്, ഹ്യൂമൻ ആക്ടിവിറ്റീസ് വെതറിങ്ങിലേക്ക് നയിക്കുന്ന പോയിന്റ്സുകളാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക, വെതറിംഗ് ഹെൽപ്സ് ഹ്യൂമൻസ് ഇൻ മെനി വേസ്. അപക്ഷയ പ്രവർത്തനങ്ങള് മനുഷ്യനെ പലതരത്തിൽ എന്ത് ചെയ്യാറുണ്ട്, സഹായിക്കാറുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള 3 പോയിന്റ്സുകൾ നോക്കുക. ഫസ്റ്റ് വൺ, മിനറൽസ് ഇൻ റോക്സ് ഗെറ്റ് എക്സ്ട്രാക്റ്റഡ്. എന്താ പറയുന്നത്, ശിലകളിലെ ധാതുക്കളെ വേർതിരിക്കപ്പെടുന്നു. എങ്ങനെ വേർതിരിക്കുന്നു, അവ വെതറിങ്ങിലൂടെ വേർതിരിക്കുന്നു. സെക്കൻഡ് പോയിന്റ്, ഹെൽപ്സ് ഇൻ മൈനിങ്, ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. തേർഡ് പോയിന്റ്, കേഴ്സസ് സോയിൽ ഫോർമേഷന്, മണ്ണിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നു. ഇതൊക്കെയാണ് എന്ത്, വെതറിങ് ഹ്യൂമൻസിനെ അല്ലെങ്കിൽ മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സോയിൽ ഇവോൾവ്സ് അഥവാ മണ്ണ് ജനിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ട് അറിയപ്പെടുന്ന ഒരു റിസോഴ്സസ് ആണ്, നാച്ചുറൽ റിസോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, സോയിൽ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് വളരെയധികം അറിയുന്ന അല്ലെങ്കിൽ പരിചിതമായിട്ടുള്ള ഒരു പ്രകൃതി വിഭവമാണ് അല്ലെങ്കിൽ റിസോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, സോയില് അല്ലെങ്കിൽ മണ്ണ് എന്ന് പറയുന്നത് അല്ലെ. ഈ മണ്ണ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഹൗ ഹി സോയിൽ ഫോംഡ്, എങ്ങനെയാണ് മണ്ണ് എന്ത് ചെയ്യുന്നത്, രൂപപ്പെടുന്നത്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് മണ്ണ് ഫോം ചെയ്യുന്നത് എന്ന്? നോക്കാം. ഇന്ന് നമ്മളൊക്കെ കാണുന്ന ഈ മണ്ണുണ്ടല്ലോ, അതായത് സോയിൽ വി സീ ടുഡേ ഈസ് ഫോംഡ്, നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു മണ്ണ് രൂപപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണെന്നാണ് പറയുന്നത്,
വെതറിംഗ് ഓഫ് റോക്സ് അപക്ഷയ പ്രക്രിയയിലൂടെ എങ്ങനെയാണ് വെതറിംഗ് ഓഫ് റോക്സ് അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞിട്ട് റോക്സ് ഒക്കെ പൊടിഞ്ഞിട്ട് അപക്ഷയ പ്രക്രിയയിലൂടെ, അതേപോലെ തന്നെ ഡീകോമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ എന്താണ് ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചിട്ട് എങ്ങനെയാണ് ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ച് ഇങ്ങനെയൊക്കെയാണ് എന്തുണ്ടായിട്ടുള്ളത് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു ശിലകള് അല്ലെങ്കിൽ മണ്ണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായോ? സോയില് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണെന്നാ പറഞ്ഞത്? വെതറിംഗ് ഓഫ് റോക്സ് ആൻഡ് ഡീകോമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ എന്നാ പറയുന്നത്. എന്താണ് ഒരുപാട് കാലത്തെ വെതറിങ്ങിലൂടെയും അല്ലെങ്കിൽ അപക്ഷയത്തിലൂടെയും അതുപോലെ തന്നെ ഏതാണ് ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചൊക്കെ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? സോയില് ഉണ്ടായിട്ടുള്ളത്. അപ്പോ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു സോയില് രൂപപ്പെട്ടിട്ടുള്ള വഴി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. എന്നാല് നമ്മൾ ഇന്ന് കാണുന്ന ഈ സോയില് ഒരു ഇഞ്ച് കനത്തില് അല്ലെങ്കിൽ ഒരു ഇഞ്ച് തിക്കില് സോയില് ഫോർമേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ രൂപപ്പെടാൻ ഏകദേശം എത്ര എടുക്കുന്ന പറയുന്നത്? മോർ ദാൻ 1000 years എന്നാ പറയുന്നത്. 1000 വർഷമെങ്കിലും അല്ലെങ്കിൽ 1000-ലധികം വർഷമെങ്കിലും എന്ത് വേണം? ഒരു ഇഞ്ച് തിക്കില് സോയിൽ ഉണ്ടാവാന് ടൈം എടുക്കുന്ന പറയുന്നത്. 1000-ലധികം വർഷത്തോളം ഒരു ഇഞ്ച് കനത്തില് സോയിൽ ഉണ്ടാവാനുള്ള സമയം എടുക്കുന്നു. സോയിലിനെ കുറിച്ച് പഠിക്കുന്ന സയൻസിന്റെ ബ്രാഞ്ചിനെ അല്ലെങ്കിൽ ശാസ്ത്രശാഖയെ വിളിക്കുന്ന പേരാണ് പെഡോളജി. എന്താണ്? പെഡോളജി. പെഡോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽ വിത്ത് സോയിൽ. സോയിലിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ വിളിക്കുന്ന പേരാണ് പെഡോളജി. എന്നാൽ ഈ ഒരു ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സയന്റിസ്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? പെഡോളജിസ്റ്റ്. ഓക്കെ അല്ലേ? പെഡോളജിസ്റ്റ് എന്നറിയപ്പെടുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിഗർ 3.5 ഒന്ന് നോക്കുക. ഇത് ഒബ്സർവ് ചെയ്യുക. ഇവിടെ കൊടുത്തിട്ടുള്ളത് സോയിലിന്റെ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോയിൽ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇവിടെ ഈ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. നോക്കുക എന്തൊക്കെയാണ് സോയിൽ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന്. ഫസ്റ്റ് വൺ ക്ലൈമറ്റ് കാലാവസ്ഥ, ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ. രണ്ടാമത്തത് ടോപ്പോഗ്രഫി അഥവാ ഭൂപ്രകൃതി. മൂന്നാമത്തത് പാരന്റ് റോക്സ് എന്ന് പറയുമ്പോൾ മാതൃശില, പാരന്റ് റോക്സ് അഥവാ മാതൃശില. ടൈം അഥവാ സമയം. ദെൻ ഓർഗാനിസം അഥവാ സസ്യങ്ങളും ജന്തുക്കളും. ഇവയൊക്കെയാണ് മണ്ണിന്റെ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ഫിഗർ 3.5 ഒബ്സർവ് ചെയ്തതിന് ശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബോക്സ് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. നോക്കുക ബോക്സ് 3.1. ഫസ്റ്റ് വൺ ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥ. എങ്ങനെയാണ് ക്ലൈമറ്റില് സോയിലിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്, ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സോയിലിന്റെ ഫോർമേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോയിൽ ഫോർമേഷൻ വിൽ ബി സ്ലോ ഇൻ കോൾഡ് എൻവയോൺമെന്റ്. എന്താ പറയുന്നത്? സോയിലിന്റെ ഫോർമേഷന് അല്ലെങ്കിൽ മണ്ണിന്റെ രൂപീകരണം എങ്ങനെയുള്ള തണുപ്പേറിയ സാഹചര്യങ്ങളില്, കോൾഡ് എൻവയോൺമെന്റ് തണുപ്പേറിയ സാഹചര്യങ്ങളിൽ സാവധാനത്തിലായിരിക്കും. സോയിൽ ഫോർമേഷൻ വിൽ ബി സ്ലോ ഇൻ കോൾഡ് എൻവയോൺമെന്റ്. തണുപ്പേറിയ സാഹചര്യങ്ങളില് മണ്ണിന്റെ രൂപീകരണം സാവധാനത്തിലായിരിക്കും. എന്നാൽ അവിടെ ഒരു പോയിന്റും കൂടി കൊടുക്കാനുണ്ട്. ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക. ദ സ്പീഡ് ഓഫ് സോയിൽ ഫോർമേഷൻ വിൽ ബി മോർ ഇൻ ഹയർ ടെമ്പറേച്ചർ. എന്താണ്? സോ ദ സ്പീഡ് ഓഫ് സോയിൽ ഫോർമേഷൻ വിൽ ബി മോർ ഇൻ ഹയർ ടെമ്പറേച്ചർ. നല്ല കൂടിയ ടെമ്പറേച്ചർ ഉള്ള സമയങ്ങളിൽ നമ്മുടെ സോയിലിന്റെ രൂപീകരണം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിലായിരിക്കും. അല്ലേ? നമ്മൾ പറഞ്ഞു തണുപ്പേറിയ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ കോൾഡ് എൻവയോൺമെന്റിലെ സോയിലിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ സോയിലിന്റെ ഫോർമേഷന് കൂടുതൽ സ്പീഡിലായിരിക്കും. ഓക്കെ അല്ലേ? ഇനി സെക്കൻഡ് അവിടെ കൊടുത്തിട്ടുള്ളത് ടോപ്പോഗ്രഫി അല്ലെ? ടോപ്പോഗ്രഫി അഥവാ എന്താണ്? ഭൂപ്രകൃതി.
ഫസ്റ്റ് പോയിന്റ് നോക്കുക. സോയിൽ വിൽ ബി തിൻ അലോങ് സ്റ്റീപ്പ് സ്ലോപ്പ്. എന്താ പറയുന്നത്? ചെങ്കുത്തായ ചെരിവുകളില് മണ്ണിന് വളരെ കനം എന്തായിരിക്കും? കുറവായിരിക്കും, തിന്നായിരിക്കും എന്നാ പറയുന്നത്. സോയിൽ വിൽ ബി തിൻ അലോങ് സ്റ്റീപ്പ് സ്ലോപ്പ്. അതായത് ചെങ്കുത്തായ, അതായത് ചെരിഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ മണ്ണിന് കനം വളരെ കുറവായിരിക്കും. അവിടെ നെക്സ്റ്റ് പോയിന്റ് കൊടുക്കുക, ശ്രദ്ധിച്ച് കേട്ടോളാം. സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് റീജിയൻ ആർ ഫേവറബിൾ ബാക്ക്ഗ്രൗണ്ട് ഫോർ ദ ഫോർമേഷൻ ഓഫ് ദി സോയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്? വളരെ ചെങ്കുത്തായ ചെരിവുകൾ. ചെങ്കുത്തായ ചെരിവ് എന്ന് പറഞ്ഞാൽ വളരെ കുത്തനെയുള്ള ചെരിവുകളാണ് അല്ലെ, സ്റ്റീപ്പ് സ്ലോപ്പ് എന്ന് പറയുമ്പോൾ. എന്നാൽ ഇപ്പൊ പറഞ്ഞത് എന്താണ്? സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ്. എങ്ങനെയുള്ളതാണ്? നേരിയ ചെരിവുകളുള്ള പ്രദേശങ്ങളില്, അതായത് സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് റീജിയൻ, നേരിയ ചെരിവുകൾ, വളരെ കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന റീജിയൻസ് ആണെങ്കിൽ അവിടെ സോയിൽ ഫോർമേഷന് എങ്ങനെയായിരിക്കും? നല്ല ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണെന്നാ പറയണത്. അതായത് സോയിൽ പെട്ടെന്ന് തന്നെ എന്താവും എന്നാ പറയണത്? നല്ല രീതിയിൽ സോയിൽ പെട്ടെന്ന് തന്നെ ഫോർമേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? രൂപീകരണത്തിന് സഹായിക്കും. അടുത്തതാണ് പ്ലാന്റ് ആൻഡ് എനിമല്. സസ്യങ്ങളും അതുപോലെ തന്നെ ജന്തുക്കളും. എന്താണ്? പ്ലാന്റ്സ് ആൻഡ് എനിമല്, സസ്യങ്ങളും ജന്തുക്കളും. അവിടെ ഫസ്റ്റ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. The acid formed as a result of the decaying of plant and animals cause weathering of rocks. എന്താ പറയുന്നത്? പ്ലാന്റുകള് അതുപോലെ തന്നെ എനിമൽസുകൾ അല്ലെ, അതായത് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അഴുകിയിട്ടുള്ള, ഡീക്കേയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഴുകുന്നതിന്റെ ഫലമായിട്ട്, സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന അസിഡ്, അതായത് അമ്ലം, ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നു എന്നാ പറയുന്നത്. പ്ലാന്റുകൾ അതുപോലെ തന്നെ എനിമൽസിന്റെയും ഒക്കെ വളരെ പഴക്കം ചെന്നിട്ടുള്ള, ജീർണിച്ചാൽ ഉണ്ടാകുന്ന അസിഡ്, അമ്ലം എന്തിലേക്ക് സഹായിക്കുന്നു എന്നാ പറഞ്ഞത്? വെതറിങ്, റോക്സിന്റെ വെതറിങ്ങിലേക്ക് അപക്ഷയത്തിന് കാരണമാകുന്നു. ഓക്കെ അല്ലേ? അവിടെ നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. ആൻഡ് വൈറ്റ് ആൻഡ് വോംസ് ഗിവ് ഫിസിക്കൽ ഹെൽപ്പ് ടു ദ ഫോർമേഷൻ ഓഫ് സോയിൽ. എന്താ പറയുന്നത്? ഉറുമ്പുകള് അതുപോലെ തന്നെ ചിതലുണ്ടല്ലോ, വൈറ്റ് ആൻഡ്, ചിതല്, അതുപോലെ തന്നെ വോംസ്, ചെറിയ ചെറിയ മണ്ണിൽ കാണുന്ന പുഴുക്കള്, ഇവയൊക്കെ എന്താണ്? ഫിസിക്കൽ ഹെൽപ്പ് ടു ദ ഫോർമേഷൻ ഓഫ് സോയിൽ. സോയിലിന്റെ ഫോർമേഷന്, രൂപീകരണത്തിന് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് പാരന്റ് റോക്സ് അഥവാ മാതൃശില. അവിടെ ഫസ്റ്റ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. The mineral in the soil and the structure of the soil depend on the rock from which it is formed. എന്താ പറയുന്നത്? മണ്ണിൽ ഉണ്ടാകുന്ന ധാതുക്കള്, മിനറൽസ്, അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ദി സോയിൽ, എന്താണ്? മണ്ണിന്റെ ഘടന. അവ രണ്ടും എന്തിലേക്ക്? ശിലകളിൽ നിന്നും രൂപം കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കാന്ന്. മണ്ണിലുണ്ടാകുന്ന സോയിലിന്റെ മിനറൽസ്, അതുപോലെ തന്നെ സോയിലിന്റെ സ്ട്രക്ചർ, ഇവ ഒക്കെ ഏതാണ്? റോക്സിൽ നിന്നും രൂപം കൊള്ളുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ആശ്രയിച്ചിട്ടാണ് ഉണ്ടാവുന്നത് എന്ന്. അവിടെ നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. Character of the parent rocks and the rate of the weathering are the factor which influences the formation of soil. Weathering are the factor which influences the formation of soil. എന്താ പറയണത്? സോയിലിന്റെ ഫോർമേഷന് അല്ലെങ്കിൽ മണ്ണിന്റെ രൂപീകരണത്തിന് സ്വാധീനിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? വെതറിങ് അല്ലെങ്കിൽ അപക്ഷയം എന്ന് പറയുന്നത്. മണ്ണിന്റെ ഫോർമേഷന് സഹായിക്കുന്ന ഒന്നാണ് വെതറിങ്. ലാസ്റ്റ് വൺ ടൈം അഥവാ സമയമാണ്. നോക്കുക, അവിടെ ഫസ്റ്റ് പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. The thickness and structure of soil depends on the time taken for its formation. എന്താണ്? മണ്ണിന്റെ തിക്നെസ്, അതായത് മണ്ണിന്റെ കനം, അതുപോലെ തന്നെ സ്ട്രക്ചർ, എന്താണ്? ഘടന, ഇത് രൂപം കൊള്ളുന്നതിനെടുക്കുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അതായത് ഒരു മണ്ണ് അതിന്റെ കനം എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അല്ലെങ്കിൽ അതിന്റെ രൂപം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അത് എത്രത്തോളം കാലം എടുത്തു അത് വളരാന് എന്നതിനെ
എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. ഇറ്റ് റിക്വയർ മോർ ദാൻ 100 years for the formation an inch thick layer of soil in favorable condition. എന്താ പറയുന്നത്? an inch thick, അതായത് 1 ഇഞ്ച് കനത്തില് സോയിൽ എന്താവുന്നതിന്, ഫോർമേഷൻ ചെയ്യുന്നതിന്, മണ്ണ് രൂപപ്പെടാന് ഏകദേശം മോർ ദാൻ 100 years, 100ഓളം, അതായത് 1000ഓളം വർഷങ്ങള് വേണ്ടി വരുന്ന പറയുന്നത്. ഓക്കെ അല്ല, 1000ഓളം വർഷങ്ങള് മണ്ണിന്റെ ഫോർമേഷന്, 1 ഇഞ്ച് കനത്തില് മണ്ണ് വലുതാവാന് 1000ഓളം വർഷങ്ങള് വേണ്ടി വരും. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ളത് ടൈപ്പ് ഓഫ് സോയിൽ ആണ്. ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും കണ്ടുവരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അവിടെ ഇന്ത്യയിൽ കൊടുത്തിട്ടുള്ള സോയിലുകളാണ് അലൂവിയൽ സോയില്, ബ്ലാക്ക് സോയില്, റെഡ് സോയില്, ലാറ്ററൈറ്റ് സോയില്, ഡിസേർട്ട് സോയില്, മൗണ്ടെയിൻ സോയില്. ഓക്കെ, അലൂവിയൽ സോയില്, അതുപോലെ തന്നെ ബ്ലാക്ക് സോയില്. അലൂവിയൽ സോയിൽ എന്ന് പറയുമ്പോൾ എക്കൽ മണ്ണ്, ബ്ലാക്ക് സോയിൽ എന്ന് പറഞ്ഞാൽ കറുത്ത മണ്ണ്, റെഡ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെങ്കൽ മണ്ണ്, അതുപോലെ തന്നെ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുമ്പോൾ നല്ല ചുവപ്പുള്ള മണ്ണാണ്. അതുപോലെ തന്നെ ഡിസേർട്ട് സോയില്, ലാസ്റ്റ് വൺ മൗണ്ടെയിൻ സോയിൽ. ഇതൊക്കെയാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന സോയിലുകൾ. ഇനി കേരളത്തിൽ കാണപ്പെടുന്ന സോയിലുകളാണ് അലൂവിയൽ സോയിൽ, എക്കൽ മണ്ണ്, അതുപോലെ തന്നെ ലാറ്ററൈറ്റ് മണ്ണ് സോയില്, പിന്നെ ഫോറസ്റ്റ് സോയില്, പിന്നെ റെഡ് സോയില്, ബ്ലാക്ക് സോയില്. ഇതൊക്കെയാണ് ഇന്ത്യയിലും കേരളത്തിലും കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് സോയിൽസ് അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള മണ്ണിനങ്ങൾ.